AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 2027 ഒരു ഗവൺമെന്റ് ജോലി LDC എന്ന് പറയുന്ന പാവപ്പെട്ടവന്റെ IAS എന്ന് പറയപ്പെടുന്ന ഗവൺമെന്റ് ജോലി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ, നിങ്ങളൊരു പഠിക്കുന്ന വിദ്യാർത്ഥിയാവട്ടെ, അതായത് നിങ്ങൾ ഡിഗ്രിയോ പ്ലസ് ടു ഏതെങ്കിലും പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങളൊരു ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്നവര്, പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്നവര്, അല്ലെങ്കിൽ ഫുൾ ടൈം ആയിട്ട് ഒരു പ്രൈവറ്റ് ഫാമിൽ ജോലി ചെയ്തിട്ട് നമുക്കൊരു ഗവൺമെന്റ് ജോലി വേണമെന്നുള്ള ആഗ്രഹത്തോടെ പഠിക്കുന്നവര്, വീട്ടമ്മമാര്, കുഞ്ഞുങ്ങളുള്ള അമ്മമാര് തുടങ്ങിയ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഫുൾ ടൈം ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ ടൈം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ടൈം ഉണ്ട്. നിങ്ങൾക്ക് ഫുൾ ടൈം ആയിട്ട് ഇതെന്ന് പറഞ്ഞിരിക്കാൻ പറ്റുമെങ്കിൽ യെസ്, ഡെഫിനറ്റ്ലി യു ഹാവ് ഇനഫ് ആൻഡ് മോർ ടൈം. പക്ഷേ നമുക്ക്, അതായത് ഒരു ദിവസം നമുക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ എത്രയൊക്കെ ശ്രമിച്ചാലും 2-3 മണിക്കൂർ 2 മണിക്കൂറേ കിട്ടുന്നുള്ളെങ്കിൽ ഡെഫിനറ്റ്ലി അങ്ങനെ ടൈം കൺസ്യൂം ചെയ്ത് പഠിക്കാൻ റെഡി ആണെങ്കിൽ, ഇപ്പോഴേ മുതൽ നിങ്ങൾ തുടങ്ങിയില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഡേഞ്ചർ സോണിൽ തന്നെയാണ്. എങ്ങനെയാണ് ഈ ഡേഞ്ചർ സോണിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വരാനായിട്ട് പറ്റുന്നത്? യെസ്, ഏറ്റവും കൂടുതലായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് പറ്റുന്ന ഒരു കാര്യം, ഒരുപാട് നാളുകൊണ്ട് PSC എക്സാമിന് പഠിക്കുന്നുണ്ടാകും. പക്ഷെ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ, മുൻനിര റാങ്ക് ലിസ്റ്റിൽ വരാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. പല തടസ്സങ്ങൾ കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവാതെ അല്ലെങ്കിൽ പഠിത്തം നിർത്തിപ്പോകുന്ന പല സാഹചര്യങ്ങളുണ്ടാകും. ആദ്യമേ തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഇറങ്ങുന്നത് വലിയൊരു യുദ്ധക്കളത്തിലേക്ക് തന്നെയാണ്. ആ യുദ്ധക്കളം എന്നത് ഉദ്ദേശിക്കുന്നത്, നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് ഹെൽത്ത് പരമായിട്ടുള്ള ഇഷ്യൂ, ഫിനാൻഷ്യൽ ഇഷ്യൂസ് വരുന്നത്, അല്ലെങ്കിൽ ഫാമിലി പ്രോബ്ലംസ് വരുന്നത്, അല്ലെങ്കിൽ പല പല പ്രശ്നങ്ങളും നമ്മളുടെ മുന്നിലേക്ക് ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് കൺസിസ്റ്റൻസി ആണ്. അതായത് ഒരു ദിവസം തന്നെ ഇരുന്ന് 8 മണിക്കൂർ ഞാൻ പഠിച്ചോളാം, അല്ലെങ്കിൽ ആ സമയമാവട്ടെ, പരീക്ഷയുടെ ടൈം ആവട്ടെ, നോട്ടിഫിക്കേഷൻ ഒക്കെ വന്ന് എക്സാമിന് 1 മാസം മുൻപ് ആവട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങളെ കൊണ്ട് ഒരു കാര്യം വെച്ചാലും ഒന്നും നേടാനായിട്ട് സാധിക്കുന്നതല്ല. കാര്യം നമുക്ക് ടൈം വളരെ കുറവാണ്, അല്ലെ? ടൈം കുറവാണ്. നമ്മളെ കൊണ്ട് ഇപ്പൊ ഇരുന്ന് പഠിച്ചില്ലെങ്കിൽ ലാസ്റ്റ് ആകുമ്പോൾ നമ്മളെ കൊണ്ട് ഇതെല്ലാം താങ്ങത്തില്ല. അപ്പോ എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് നമുക്ക് ഈ ഒരു കാര്യത്തിനൊക്കെ പ്രോപ്പർ ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്നത്? നോക്കാം. ആദ്യമേ തന്നെ ഞാൻ പറയുവാണെങ്കിൽ, ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് നമുക്ക് വേണ്ടത് സ്ട്രാറ്റജിയാണ്. ഒരു സ്ട്രാറ്റജി ഇല്ലാതെ ചുമ്മാ എന്തൊക്കെയോ എവിടുന്നൊക്കെയോ പഠിച്ചു നമ്മൾ പോകുന്നു, അങ്ങനെ പോയിട്ട് യാതൊരു കാര്യമില്ല. അപ്പൊ ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് പ്രോപ്പർ സ്ട്രാറ്റജി. അതെങ്ങനെയാണ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തരാം. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യമാണ്, ഏതൊരു എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പം ആദ്യമേ തന്നെ നിങ്ങളുടെ കയ്യിൽ വേണ്ടത് ആ സിലബസ്, ആ എക്സാമിന്റെ സിലബസ് പ്രിന്റ് എടുത്ത് കയ്യിൽ വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, മാക്സിമം നമ്മൾ പഠിക്കും. 1 പഠിച്ചു, 2ാമത്തെ ഡേ പഠിച്ചു, 3ാമത്തെ ഡേ പഠിച്ചു, അങ്ങനെ നിങ്ങൾ മാക്സിമം പഠിച്ചു പോകുന്നുണ്ട്. പക്ഷെ പഠിച്ചു പോയിട്ട് റിവിഷൻ ഇല്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു കാര്യമില്ല. ഒരു ദിവസം പഠിക്കുന്ന കാര്യം നിങ്ങൾ എത്രമാത്രം റിവിഷൻ ചെയ്ത് നിങ്ങളുടെ തറവാക്കിയോ അതിനുശേഷം മാത്രമേ സെക്കൻഡ് ഡേയിലേക്ക് പുതിയ ടോപ്പിക് ആയിട്ട് പോകാൻ പറ്റുള്ളൂ. ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റ് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ടൈം മാനേജ്മെന്റിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ടത് ഈ കാണുന്ന OMR എക്സാം ആണ്. അത് ഓഫ്ലൈൻ ആയിട്ട് PSCയുടെ രീതിയിൽ തന്നെ ഇരുന്ന് എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കണം. അപ്പൊ AZB അക്കാഡമി നിങ്ങൾക്ക് ആ ടൈം മാനേജ്മെന്റ്, നമ്മുടെ കോഴ്സിലുള്ള കുട്ടികൾക്ക് നമ്മൾ സെപ്പറേറ്റ് അതിന് ഒരു ടൈം ടേബിളോട് കൂടി കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് ഈ OMR ബുക്ക് വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ഈ 200 OMR എക്സാമുകൾ നിങ്ങൾക്ക് ഇതിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഈ ബുക്കിനെ കുറിച്ച് കൂടുതൽ അറിയാനും പർച്ചേസ് ചെയ്യാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി. അപ്പൊ ടൈം മാനേജ്മെന്റ് നമുക്ക് തന്നിരിക്കുന്ന ഒരു ടൈം കൊണ്ട്, ഒരു 90 മിനിറ്റ് കൊണ്ട് 100 ചോദ്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. അപ്പൊ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാതെ എങ്ങനെ നമുക്ക് ടൈം മാനേജ്മെന്റ് കിട്ടും? എല്ലാം പഠിച്ചു എക്സാം എഴുതാൻ പോകുമ്പോൾ ടൈം കിട്ടിയില്ല, അല്ലെങ്കിൽ മാത്സ് ചെയ്യാൻ ടൈം കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഫെയിൽ ആവേ ഉള്ളൂ, അല്ലെ? ഇനി അടുത്തതായിട്ട് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബിഗിനേഴ്സ്, നമ്മൾ ഫസ്റ്റ് ടൈം ആയിട്ട് പഠിച്ചു തുടങ്ങുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും. ആദ്യമായിട്ട് ഞാൻ PSCയിലേക്ക് ഇറങ്ങാൻ പോവാണ്, എനിക്കൊന്നും അറിയത്തില്ല, പക്ഷെ എനിക്ക് ജോലി കിട്ടണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്താണെന്നറിയാവോ? ഞാൻ സിലബസ് മുഴുവൻ കവർ ചെയ്യും, അതായത് മൊത്തം ഞാൻ എന്ത് ചെയ്യും, പഠിച്ചു തുടങ്ങും, എല്ലാം പഠിക്കാം എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിനകത്തോട്ട് ഉറങ്ങും. അതിനുശേഷം നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് നോക്കും. അതിൽ ഒരുപാട് വീഡിയോസ് റാൻഡം ആയിട്ട്, ഇപ്പൊ ഒരു ടോപ്പിക്കിന്റെ, ഇപ്പൊ നമ്മൾ കേരള ഭൂമിശാസ്ത്രത്തിന്റെ നദികളുടെ ഒരു ടോപ്പിക് കാണുമായിരിക്കും. അപ്പൊ എനിക്കിത് മുഴുവനും പഠിക്കണം. ആദ്യത്തെ ഒരു ആവേശം അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഒരു ചാനലിൽ നദികളുടെ ക്ലാസ് കണ്ടു, പോരാ, 2 കണ്ടു, 3 കണ്ടു. ഈ നദികൾ എസ്പെഷ്യലി ഇപ്പൊ ഫോർ എക്സാമ്പിൾ പെരിയാറിനെ കുറിച്ച് ഒറ്റ മാർക്കിന്റെ ചോദ്യമായിരിക്കും നമുക്ക് കേരള ജോഗ്രഫിയിൽ വരുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം എത്രയാണോ ഒന്ന് ആലോചിച്ചൊക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും, അല്ലെ? മാക്സിമം ക്ലാസ്സുകൾ കണ്ട് നോട്ട് എഴുതി ഇങ്ങനെ ഊട്ടി അങ്ങ് വെക്കും.
അല്ലെ? എന്നാൽ സിലബസ് നോക്കിയിട്ട് ആ പോർഷനിൽ നിന്ന് എത്ര മാർക്ക് വരുന്നുണ്ട്, അതിനുവേണ്ടി എത്ര ടൈം നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കി വെക്കണം. ഈ നോട്ട് ഇങ്ങനെ അട്ടി ആയിട്ട് വെക്കലാണ് നമ്മുടെ ജോലി എന്നുള്ളത്. എന്ത് നോട്ട് അങ്ങനെ എഴുതി വെക്കും, എല്ലാ ക്ലാസ്സും കണ്ട് നോട്ട് എഴുതി വെക്കും. പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഇത് പഠിക്കുന്നുണ്ടോ? നിങ്ങൾ ആത്മാർത്ഥമായിട്ട് മനസ്സിരുത്തി ആ ടോപ്പിക്ക് എപ്പോഴാ വായിക്കുന്നത്, എപ്പോഴാ പഠിക്കുന്നത്? അപ്പൊ ഏറ്റവും വലിയ മിസ്റ്റേക്കുകൾ ഇത് തന്നെയാണ്. ആദ്യമേ നിങ്ങൾ എന്ത് ചെയ്യണം, സിലബസ് എടുത്ത് വെക്കുക. സിലബസ് എടുത്ത് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്ന പോർഷൻസ് ഏതാന്ന് നോക്കണം. അവിടെ ഹിസ്റ്ററിയും ജോഗ്രഫിയും, ഹിസ്റ്ററി തന്നെ വരുമ്പോൾ വേൾഡ്, ഇന്ത്യ, കേരള എന്ന് പറഞ്ഞ ഡിവിഷൻ വരുമ്പോൾ തന്നെ അവിടെ മാർക്ക് വരുന്നത് 5 മാർക്കിന്റെ ആണ്, എല്ലാം കൂടെ കൂടി വരുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് കറണ്ട് അഫേഴ്സ് 20 മാർക്കാണ്. ആ 20 മാർക്കിന്റെ കറണ്ട് അഫേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക ആദ്യം. അതുപോലെ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഒന്നും എനിക്കറിയില്ല, ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തല്ല ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ മാറ്റി നിർത്തുക ചെയ്യാതെ നമുക്ക് ആ 100-ൽ 50-60 വെയിറ്റേജ് ആദ്യം വരുന്ന ഏതിനാണ്, അതിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരമാണത്. ഇനി അതുപോലെ തന്നെ സിലബസ് നോക്കാതെ നമ്മൾ പഠിക്കുമ്പോൾ അടുത്തതായിട്ട് ചെയ്യുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇറലവന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് അല്ലെങ്കിൽ ഏരിയാസ് ആദ്യം നമുക്ക് എളുപ്പമുള്ളതായിരിക്കും ചിലപ്പോൾ ആദ്യമേ നോക്കുന്നത്. യെസ്, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് കവർ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ആദ്യമേ തന്നെ ഇപ്പം നിങ്ങൾക്ക് മാത്സ് തൊട്ട് ഇഷ്ടം അല്ലെങ്കിൽ അതിന്റെ ബേസ് പാർട്ട് തൊട്ട് പഠിക്കാം. ഇപ്പൊ കൂട്ടാനും കുറയ്ക്കാനൊക്കെ അറിയില്ല, അത് തൊട്ട് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. LDC എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് ലെവലിൽ വരുന്നൊരു പരീക്ഷയാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളും അതിന് വേണ്ടിയിട്ട് സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്യണം. SSCRT ടെക്സ്റ്റ് ബുക്ക്, SCRT ടെക്സ്റ്റ് ബുക്ക് ഫസ്റ്റ് ഞാൻ പറയുന്ന 5 മുതൽ 10 വരെയുള്ള ഓരോ ചാപ്റ്റേഴ്സ് ഇരുന്ന് വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും ബെസ്റ്റ് സിലബസിൽ തന്നിരിക്കുന്ന ഒരു ടോപ്പിക് എടുക്കുക, അതിൻ്റെമായി ബന്ധപ്പെട്ട 5 തൊട്ട് 10 ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുക, അതിരുന്ന് എന്ത് ചെയ്യുക, അതിരുന്ന് വായിച്ച് പഠിച്ച് നോട്ട് എഴുതി ഇതിന്റെ കൂടെ കവർ ചെയ്ത് പോവുക. അല്ലാതെ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ടൈം ഇവിടെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനായിട്ട് ഇല്ല എന്ന് മനസ്സിലാക്കാം. ഇനി അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് നമുക്ക് ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. ഇമ്പോർട്ടൻ്റ് ഏരിയാസ് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, അതിന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് നമുക്ക് മസ്റ്റായിട്ടും വേണം. PYQ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എക്കണോമിക്സ് പഞ്ചവത്സര പദ്ധതികൾ ആവർത്തിക്കാത്ത ഒരു ചോദ്യപേപ്പർ ഇല്ല, അല്ലെ? ഇനി ബയോളജിയിലേക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നതാണ് രോഗങ്ങൾ, രോഗകാരികൾ, അതുപോലെ തന്നെ വിറ്റമിൻസ്. കെമിസ്ട്രി നോക്കിക്കഴിഞ്ഞാൽ ആറ്റം, പീരിയോഡിക് ടേബിൾ. ഫിസിക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഏതാണ് ലൈറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെ, പ്രകാശം, അതുപോലെ ഫോക്കൽ ലെങ്ത്തുമായിട്ട് ബന്ധപ്പെട്ട ഗണിത പ്രശ്നങ്ങൾ. അപ്പൊ അങ്ങനെ നദികൾ നോക്കിക്കഴിഞ്ഞാൽ നദികൾ. പിന്നെ കറണ്ട് അഫേഴ്സ് നിങ്ങൾ പഠിക്കുമ്പം റീസെന്റ് ആയിട്ട് ഇപ്പൊ ചെനാബ് നദിയിൽ എന്താണ് നമുക്ക് പുതിയ ജമ്മു കാശ്മീർ ശ്രീനഗർ പാലം വന്നിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഏത് നദിയാണ് തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കുമ്പം അവിടെ നമുക്ക് കുറെ കണക്ട് ചെയ്ത് വേണം നമ്മൾ പഠിച്ചു പോകാനായിട്ട്. PYQs നമുക്ക് മാക്സിമം വർക്കൗട്ട് ചെയ്യാം. ആദ്യം നിങ്ങൾക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും, പക്ഷെ ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ് 4ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകുമ്പം ആ ചോദ്യങ്ങൾ ആവർത്തിച്ച് അവിടെ വരും. നമുക്കത് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാനായിട്ട് പറ്റും. ഇനി ഞാൻ പറഞ്ഞ പോലെ ഇപ്പോഴേ മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഞാനൊരു വീഡിയോ ചെയ്യുന്ന ഫെബ്രുവരിയിലാണ്. നവംബർ ഡിസംബറോട് കൂട്ടായിരിക്കും നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പൊ നമ്മളുടെ മുന്നിൽ ഏറ്റവും കുറഞ്ഞത് നിങ്ങളൊരു 150 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആയിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഇതില് നമുക്ക് ലാസ്റ്റ് മന്ത് എക്സാം നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്കും അത്യാവശ്യം നമുക്ക് പോർഷൻസ് ഒക്കെ കവർ ചെയ്യാൻ പറ്റും. പിന്നീട് നമുക്ക് വേണ്ടത് റിവിഷൻ ആണ്. ഈ റിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫുൾ ലെങ്ത് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക, PYQs ചെയ്യുക. ഇത്രയുമാണ് നമുക്ക് എന്തായിട്ട് വേണ്ടത്, മസ്റ്റ് ആയിട്ടും വേണ്ടത്. നമ്മൾ പകുതി പഠിച്ച് ഒരു ചോദ്യം കാണുമ്പോൾ അതിന്റെ ആൻസർ ഇതാണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ പഠനം റെഡിയല്ല, അത് ശരിയല്ല നമ്മുടെ പഠനം. ഇനി അതും കഴിഞ്ഞ് ലാസ്റ്റ് എക്സാം നോട്ടിഫിക്കേഷൻ ഒക്കെ വരട്ടെ, ലാസ്റ്റ് മിനിറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത്രയും ദിവസം എങ്കിലും എടുത്ത് നമുക്ക് പഠിക്കുന്ന ഒരു ഏരിയ എങ്ങനെയാണ് നമുക്ക് അവിടെ കവർ ചെയ്യാനായിട്ട് പറ്റുന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഇപ്പോഴേ മുതൽ 2 മണിക്കൂർ വെച്ച് നിങ്ങൾ പോയി പതുക്കെ എക്സാം അടുക്കുമ്പോൾ മാക്സിമം റിവിഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനും ആദ്യം തന്നെ റാങ്ക് ലിസ്റ്റ് വരാനായിട്ടും നിങ്ങൾക്ക് പറ്റും. ഞാൻ പറഞ്ഞ പോലെ ഒരു റൈറ്റ് സ്ട്രാറ്റജി ഉണ്ടാക്കിയെടുക്കുക. സിലബസ് എടുത്ത് വെച്ചിട്ട് മാത്സ്, ഇംഗ്ലീഷ്, GK അതിൽ തന്നെ മാത്സിനും ഇംഗ്ലീഷിനും സയൻസിനും ഇമ്പോർട്ടൻസ്, കറണ്ട് അഫേഴ്സിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. PYQ മാക്സിമം വർക്കൗട്ട് ചെയ്യുക. PYQ വർക്കൗട്ട് ചെയ്യാനാണ് ഞാൻ പറയുന്നത് പ്രോപ്പർ ആയിട്ടുള്ള റിവിഷൻ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ് OMR പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. OMR ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ്. ഇപ്പോഴേ നിങ്ങൾ തുടങ്ങിയില്ല എങ്കിൽ ഒരു 1 ഇയർ കഴിയട്ടെ, ഒരു അടുത്ത വർഷം ഈ ഒരു സമയത്തിനകത്ത് നിങ്ങൾ എക്സാമിലേക്ക് അടുക്കും. അപ്പോൾ ഓൾറെഡി എന്താണ്, നമ്മളുടെ ടൈം അവിടെ കഴിഞ്ഞു പോവാണ്. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നിങ്ങൾക്കൊരു 150 ദിവസം നിങ്ങൾക്ക് ഓരോ ഡേ അനുസരിച്ച് Day 1, Day 2, Day 3 അങ്ങനെ 150 ദിവസത്തെ സ്റ്റഡി പ്ലാൻ പ്രകാരമുള്ള ക്ലാസ്സുകൾ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Day 1 നിങ്ങൾക്ക് പഠിക്കാനായിട്ട് 3 ക്ലാസ്, Day 1 നിങ്ങൾക്ക് പഠിക്കാനായിട്ട്
3 ക്ലാസ്സും ആ ക്ലാസ്സിന്റെ PDF നോട്ട്സും അതേപോലെ തന്നെ ആ ടോപ്പിക് ഓറിയന്റഡ് ആയിട്ടുള്ള SCRT ക്ലാസ്സും അതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് 3 ദിവസത്തെ ടോപ്പിക് ക്ലാസ് ബേസ് ചെയ്തിട്ടുള്ള മോക്കും SCRT ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള സെപ്പറേറ്റ് മോക്ക് ടെസ്റ്റും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ഞാൻ ഓൾറെഡി പറഞ്ഞു OMRന്റെ ഡേ 10 ആവുന്ന സമയത്ത് ഓരോ ഡേ നിങ്ങൾ ഡേ 1 to ഡേ 10 വരെ പഠിച്ചിരിക്കുന്ന 10 ഡേയ്സിന്റെ ക്ലാസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് 10 ഡേയുടെ OMR ടെസ്റ്റ്, അതായത് 100 മാർക്കിന്റെ OMR ടെസ്റ്റ് ഉണ്ട്. അങ്ങനെ 10, 20, 30, 40 അങ്ങനെ ഓരോ 10 ഡേ കൂടുമ്പോഴും നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ടും ചെയ്തു നോക്കാൻ വേണ്ടിയിട്ടുള്ള മോക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനിയും നിങ്ങൾ എന്തിനാ വൈകിക്കുന്നത്? എത്രയും പെട്ടെന്ന് തന്നെ സമയം കുറവാണെങ്കിൽ കുറേശ്ശെ നിങ്ങൾ ഇപ്പോഴേ മുതൽ പഠിച്ച ട്രാക്കിലായി നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ക്ലാസ് സെറ്റ് ആക്കി എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു അവസരമായിട്ടാണ് ഞങ്ങളുടെ ടീം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പൊ കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചോളൂ. ഇപ്പോഴേ മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. നമ്മൾ നൽകുന്ന കോണ്ടന്റിൽ നമ്മൾ 100% എന്താണ് ഗ്യാരണ്ടി ആണ്. അപ്പൊ നമ്മുടെ ക്ലാസ്സുകളൊക്കെ കാണുക. അപ്പൊ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ഡേയിൽ വീണ്ടും കാണാം. ചിൽഡ്രൻ ബൈ ആൻഡ് താങ്ക് യു.